ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പിലെ ബുധനാഴ്ച സന്ധ്യ ഒരു ഗീതം നാം ഇങ്ങനെ പാടുന്നുണ്ട്. ധർമ്മം വാരി വിതച്ചോനി ലോകം കൈവിട്ടാൽ കൊയ്ത്താകും പുനരുത്ഥാനം ഭാഗ്യമവൻ ഏറ്റം സൽക്കർമ്മം നോമ്പെന്നിവ കാക്കുന്നു കർത്താവിനായി നോക്കി പാർക്കുന്നു. ശ്രുതിഭാവനകൾ അപ്പുറമായി സ്ഥിതി ചെയ്തിടുന്ന ഭാഗ്യമവനായി വന്നേകും മശിഹായ നാഥൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിൽ തന്നെ ചില പോരായ്മകൾ നിഴലിക്കുന്നുണ്ട്. യേശുദമ്പുരാൻ തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് യേശുദമ്പുരാൻ ആ ചോദ്യത്തിൽ നിന്ന് ചോദിക്കുന്നത്, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? എന്നിട്ട് പറയുകയാണ്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. പിന്നീട് അവന്റെ ചോദ്യം, നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? ഇവിടെ നിത്യജീവനെ അവകാശമാക്കുവാൻ ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ഇതെൻ്റെ ഒരു റൈറ്റാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് എൻ്റെ റൈറ്റാണ്, എനിക്കുള്ള അവകാശമാണ്, അതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ മറന്നുപോകുന്ന ഒന്നുണ്ട്, ദൈവരാജ്യം എന്നത് ദൈവകൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്. യേശുദമ്പുരാൻ അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഈ ചോദ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെയും അവൻ പാലിക്കുന്നു എന്ന് അറിയുമ്പോൾ യേശു അവനെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ കുറവുകളൊക്കെ ഏറ്റുപറയുമ്പോഴും എൻ്റെ ബലഹീനതകൾ ഞാൻ തിരിച്ചറിയുമ്പോഴും പലപ്പോഴും ആ ബലഹീനതകളെ അക്സെപ്റ്റ് ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അവിടെ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതായ സത്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് പാടിയ പാട്ടിൻ്റെ അതിൻ്റെ ഗദ്യാർത്ഥം ഇങ്ങനെയാണ് പറയുക: ദാനധർമ്മങ്ങൾ വിതച്ച് ഈ ലോകത്തിൽ നിന്ന് ഒരുവൻ കടന്നു പോകുന്നുവെങ്കിൽ അവയുടെ കൊയ്ത്തിന്റെ കാലമാകുന്ന ഉയർപ്പ് ദിവസം വരുമ്പോൾ അവന് ഭാഗ്യം. ദാനധർമ്മങ്ങളും നോമ്പും ജാഗരണവും വിവേകപൂർവമായ അധ്വാനങ്ങളും വിതയ്ക്കുന്നവൻ മശിഹായ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ ഭാഗ്യം താൻ വന്ന് അവർക്ക് ദാനം ചെയ്യുകയും ചെയ്യും. അതെ, സമ്പാദിച്ചതെല്ലാം ഒരുമിച്ച് കൂട്ടുവാനല്ല. സമ്പാദ്യം എന്ന് പറയുന്നത് പലതാകാം. സമ്പത്താകാം, സൽപ്പേരാകാം, ഞാൻ ഇതുവരെ നേടിയ പല കാര്യങ്ങളും ഉണ്ടാകാം.
അവയൊക്കെ മറ്റുള്ളവർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ നോമ്പ് കൂടുതൽ പവിത്രമായി തീരും. ഒരുപക്ഷേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമായിരിക്കും, ഞാൻ കുമ്പിടുന്നുണ്ട്, ഞാൻ യാമപ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സർവ്വനേരവും ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നുണ്ട്. ഇവിടെ യേശുദമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നിൽ നിന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കുന്നിടത്താണ് ക്രിസ്തുവിനെ നമ്മെ പരിപൂർണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക, ക്രിസ്തുവിലേക്ക് പരിപൂർണമായിട്ട് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുക. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ കടന്നു വന്നതുപോലെ യേശുദമ്പുരാൻ അവനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്, ആ കുറവ് പരിഹരിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. അതെ പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, പിതാവാം ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരെയും അത്രമാത്രം പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം അതിനൊരു കാരണമായി തീരട്ടെ, അതിനുള്ള സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.